അതിസൂക്ഷ്മവും വളരെ ചെറുതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ മൂക്ക് എങ്ങനെയായിരുന്നു എന്ന് അനുചരർ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദ് ഹാല റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്നൽ അർനൈനി ലഹു നൂറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് അല്പം ഉയർന്ന് പ്രത്യേകമായ ചെരിവുള്ളതായിരുന്നു, അതിന് പ്രത്യേകമായ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്നൽ അംഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്ക് നീളമുള്ളതും വളരെ ചെറുതല്ല, എന്നാൽ അത്യാവശ്യം നീളമുള്ള ഭംഗിയുള്ള മൂക്കിൽ നിന്ന് പോലും പ്രകാശമുള്ളതായിരുന്നു, അതിന്റെ അറ്റം ലോലമായിരുന്നു എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഖ്നൽ അർനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ തുടക്കവും അവസാനവും ഒക്കെ സമനിരപ്പായിരുന്നു. എവിടെ നിന്ന് കാണുമ്പോഴും ആ മൂക്കിൽ നിന്നും ഒരു പ്രത്യേകമായ സൗന്ദര്യം വരുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവിടുത്തെ ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പ്രകാശമുള്ളതും പ്രത്യേകമായ സൗന്ദര്യമുള്ളതും ആരാലും ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ളതുമായിരുന്നു. അത് കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.